ബീനാസ് ലേണിംഗ് ക്ലാസ് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ നമ്പർ റിലേഷൻസ് അല്ലെങ്കിൽ സംഖ്യാബന്ധങ്ങൾ അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. ആ ഒന്നാമത്തെ പാർട്ടി പറയുന്നത് എന്താണെന്നറിയോ, ഒരു റൂൾസ് ആവും ഞങ്ങൾ കേട്ടോ. അതായത് വെച്ചാൽ ഈ ഒരു റൂൾസ് വെച്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് അത് ഒന്നാമത്തെ പാർട്ടി പറയുന്നത് കേട്ടോ. അതായത് എനി 2 ഡിജിറ്റ് നമ്പർ കേട്ടോ. ഒന്നാമത്തെ പാർട്ടി കയറി കാണണേ കുഞ്ഞുങ്ങൾ, കാരണം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞിട്ടുള്ളത്. എനി 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗോ ടു ബൈ മൾട്ടിപ്ലൈയിങ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9 ആൻഡ് ആഡിങ് ദ സം ഓഫ് ദ 2 ഡിജിറ്റ് എന്ന് വെച്ചാൽ ഏത് രണ്ടക്ക സംഖ്യയും 9 ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് അക്കങ്ങളുടെ തുക കൂട്ടിയതാണ് എന്നോ ആ റൂൾസ് വെച്ചാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടി ചെയ്തത്. എന്തോ നിങ്ങളെ ഏത് രണ്ടക്ക സംഖ്യയും 9 ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ചിട്ട് അക്കങ്ങളുടെ തുക കൂട്ടിയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ കുറേ ചെയ്തതാണ്. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം നിങ്ങളെ. അതായത് നമ്മൾ ഏത് രണ്ടക്ക സംഖ്യ മനസ്സിലായോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ പറയാം. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഇട്ടതാണ്. പാർട്ട് 2 ആണ്. പാർട്ട് 1 ഒന്ന് കയറി കാണണേ കേട്ടോ. എന്നിട്ട് 2 ആണ് കേട്ടോ. അപ്പം ഇവിടെ നോക്കൂ നിങ്ങളെ. ഇപ്പം 10 എന്ന് പറയുന്നത് നമ്മൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 10 മുതൽ 99 വരെയാണ്. 10 to 99 വരെ അല്ലേ. 10 മുതൽ 99 വരെ ഉള്ളതിനെയാണ് ഈ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ തുടങ്ങുന്നത് തന്നെ 10-ൽ തന്നെയാണ്. ഈ 10 എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഇനി 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗോ ടു ബൈ മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9. ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9. അപ്പോൾ എങ്ങനെ എഴുതണം? ഫസ്റ്റ് ഡിജിറ്റ് എന്താ നിങ്ങൾ 9 ആണ്. ഏത് 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും ഫസ്റ്റ് ഡിജിറ്റ് 9 ആണ് കേട്ടോ. 9 ഇൻറ്റു ഏതാണ് ഫസ്റ്റ് നമ്പർ എന്ന് നോക്കുക കേട്ടോ. ഫസ്റ്റ് നമ്പർ 1 ആണ്. അതിനെ ഇൻറ്റു ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 0 കേട്ടോ. 1 + 0. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 9 ഇൻറ്റു 1 + 0 1. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ റൂൾസിൽ പറയേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറയാം 50 ആണെങ്കിൽ അപ്പോൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 50 എങ്ങനെ എഴുതും? ഫസ്റ്റ് ഡിജിറ്റ് 9 എന്ന് എഴുതണമെന്ന് പറഞ്ഞു അല്ലേ. 9 ഇൻറ്റു പിന്നെ തന്നിരിക്കുന്ന സംഖ്യയുടെ ഫസ്റ്റ് ഡിജിറ്റ് എഴുതണമെന്നാണ്. തന്നിരിക്കുന്ന സംഖ്യയുടെ ഫസ്റ്റ് ഡിജിറ്റ് ഏതാ? 5 ആണ്. മനസ്സിലാക്കണം. എളുപ്പവഴിയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 9 വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. 9 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 5 ആവും നിങ്ങളെ. അത് ഗുണിക്കണം, മൾട്ടിപ്പിൾ ചെയ്യണം. പിന്നെ കൂട്ടേണ്ടത് ഏതൊക്കെയാ? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ്. ഇപ്പോൾ 50 ആയതുകൊണ്ട് 5 + 0 5 + 0 5 തന്നെയാണ്. ഇനി അത് അവിടെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതണമെന്ന്. ഇതിപ്പോൾ നമ്മളതിൻ്റെ ഒന്നാമത്തെ പാർട്ട് കണ്ടവർക്കറിയാം. നമ്മൾ കുറേ എഴുതി അതിനകത്ത് തന്നായിരുന്നു കേട്ടോ. അതായത് കണ്ടോ നിങ്ങളെ, അഥവാ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ഞാൻ ഒന്നാമത്തെ പാർട്ടി തന്നേണ്ടത്. 10 തൊട്ട് കണ്ടോ. ഇത് അഥവാ കാണാത്തവരുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 10 ആണെങ്കിൽ 1 വെച്ച്, 20 ആണെങ്കിൽ 2 വെച്ച്, 30 ആണെങ്കിൽ 3 വെച്ച് കണ്ടോ. 9 ഇൻറ്റു 3. ഈ 3 വന്ന എന്താ? ഫസ്റ്റ് നമ്പർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ 60 ആണെങ്കിലോ ഫസ്റ്റ് നമ്പർ ഏതാ? 6 വെച്ച്. 9നെ 6 വെച്ച് ഗുണിച്ചിട്ട് സമ്മെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക എന്നാണ്. മനസ്സിലായോ? അങ്ങനെ കുറേ ഇതാണ്ടേ. ഇത് കണ്ടോ താഴത്തെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ. അങ്ങനെ 10 മുതൽ 19 വരെ, 20 മുതൽ 29 വരെ, 30 മുതൽ 39 വരെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. 30 മുതൽ 39 വരെ ആകുമ്പോൾ ഏത് സംഖ്യ ഫസ്റ്റ് നമ്പർ? 3 ആണ് അല്ലേ. 20 മുതൽ 29 വരെ ആകുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് നമ്പർ ഏതാ? 2 ആണ്. ഓക്കെ. 10 മുതൽ 19 വരെ അതിൻ്റെ ആദ്യത്തെ നമ്പർ ഏതാ? 1 കണ്ടോ. എന്നിട്ട് ഈ കിടക്കുന്ന എല്ലാം എന്താ? ഇത് തങ്ങളിൽ കൂട്ടിയതാ. ഇവർ തങ്ങളിൽ കണ്ടോ. 2 + 6 8, 3 + 6 9. ഈ കൂട്ടാനുള്ളതെല്ലാം ഇത് തങ്ങളിൽ കൂട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര വരെ ചെയ്തു? കണ്ടോ 4ൻ്റെ ഉണ്ട് കണ്ടോ. ഇത് നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കാമെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. സൂക്ഷിച്ച് നോക്കുക മാത്രമല്ല, ഞാൻ അന്നേരവും പറഞ്ഞത് ഇത് എഴുതി തന്നെ പഠിക്കണം. ഇത് നിങ്ങൾ എഴുതാമെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ രണ്ടക്ക സംഖ്യയുടെയാണ് ചെയ്തത്. മനസ്സിലായോ നിങ്ങൾ? ഇതിപ്പോൾ 10 50 ഒക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണേ, ഇപ്പോൾ 25 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? 25 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഇതിപ്പോൾ ഏത് രണ്ടക്ക സംഖ്യ ആണെങ്കിലും ആദ്യമേ നമ്മൾ 9 എഴുതാവൂ കേട്ടോ. അങ്ങനെ നമ്മളോട് പറഞ്ഞത് കൊണ്ടാണ്ട്
ഇനി 2 digit number is go to by multiple the first digit by 9. ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9. പിന്നെയോ ആൻഡ് ആഡിങ് ദ സം ഓഫ് ദ 2 digit. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കൂട്ടണം. ഫസ്റ്റ് നമ്മൾ 9 എഴുതുക ഇൻറ്റു അല്ലേ, പിന്നെ ഫസ്റ്റ് നമ്പർ വേണം എഴുതാൻ, ഏതാ 2. അത് കഴിഞ്ഞു പിന്നെ കൂട്ടേണ്ടത് ഏതൊക്കെ തങ്ങളില്ല, ഇത് രണ്ടും കൂടെ ഏതാ 2ഉം 5ഉം കൂടി കൂട്ടണം. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ എഴുതാം, 9 ഇൻറ്റു 2 പ്ലസ് 2ഉം 5ഉം 7 ഇങ്ങനെ വരുന്നത്. ഇപ്പം മനസ്സിലായോ? രണ്ടക്ക സംഖ്യയുടെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടി പഠിച്ചത്. ഒന്നുകൂടി അഥവാ ഇനി ഒന്നാമത്തെ പാർട്ട് കാണാത്തവരോ കിട്ടാത്തവരോ ഒക്കെ കാണും കുഞ്ഞുങ്ങളെ. ഞാൻ ഈ പാർട്ട് 1 ഇട്ട് 2, 3 എന്നൊക്കെ ഇട്ടപ്പോൾ ചിലത് 7K, പാർട്ട് ഇപ്പോൾ 5 ആണെങ്കിൽ 7K കാണും, പാർട്ട് 2 ചിലപ്പോൾ 3K കാണും. അപ്പോൾ അതിൻ്റെ ആ പാർട്ട് 3 കാണാതെ പാർട്ട് 7 കാണുന്നവരുണ്ടെന്നപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ട് കാര്യമില്ല, എൻ്റെ ആ പാർട്ട് അനുസരിച്ച് തന്നെ, മറ്റൊന്നും കൊണ്ടും അല്ല കുഞ്ഞുങ്ങളെ, ഓരോന്നിൻ്റെ ബാക്കിയായിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അടുത്തത് 46 എന്നാണെങ്കിൽ നമ്മുടെ റൂൾസ് വെച്ച് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇപ്പം പിടികിട്ടുന്നുണ്ടോ? നമ്മൾ രണ്ടക്ക സംഖ്യയിൽ 1, 2 രണ്ടക്ക സംഖ്യയാണ് അല്ലേ, 2 digit നമ്പറാണ്. ഇതിനെ നമ്മൾ 9 വെച്ച് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മളോട് പറഞ്ഞു ഫസ്റ്റ് നമ്പർ 9 എഴുതുക, അതിനെ നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ഫസ്റ്റ് നമ്പർ വെച്ച് ഗുണിക്കുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെ ഗുണിച്ചു, പിന്നെ പ്ലസ് ഇത് രണ്ടും കൂടി കൂട്ടണം. ഏതൊക്കെയാണ്, 4ഉം 6ഉം കൂടി കൂട്ടി കാണിക്കണം. മനസ്സിലായോ? അപ്പോൾ 9 ഇൻറ്റു 4 അതുപോലെ എഴുതുക, പ്ലസ് 6ഉം 4ഉം 10. ഇത്ര ഇങ്ങനെ എഴുതണമെന്ന് മനസ്സിലായി? ഇതൊക്കെ രണ്ടക്ക സംഖ്യയാണ്. നോക്കി, ഇതെല്ലാം രണ്ടക്ക സംഖ്യ. ഒന്നും കൂടി വേണേൽ പറയാം, 93 ആണെങ്കിൽ നോക്കൂ നിങ്ങൾ, രണ്ടക്ക സംഖ്യയാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ്, ഇതിപ്പോൾ 9 ആയതുകൊണ്ടല്ല, എല്ലാത്തിൻ്റെ ആദ്യമേ 9 ആണ്. ഇൻറ്റു ഫസ്റ്റ് നമ്പർ എഴുതുക 9, പിന്നെ തന്നിരിക്കുന്ന രണ്ടും കൂടി കൂട്ടുക. ഏതൊക്കെയാണ് ഇവിടെ തന്നത്, 9ഉം 3ഉം കൂടിയാണ്. അപ്പോൾ 9 ഇൻറ്റു 9 എഴുതുക, പ്ലസ് 9ഉം 3ഉം 10 12 അല്ലേ, 12 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതാനാണ് 2 digit നമ്പറിൻ്റെ നമ്മളോട് പറഞ്ഞത്. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? 2 digit നമ്പർ നമുക്ക് 3 digit നമ്പറിൻ്റെ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? 2 digit ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൂടായോ? ഏത് സംഖ്യയോ ആയിക്കോട്ടെ, നമ്മൾ 2 digit നമ്പർ ചെയ്യുമ്പോൾ ആദ്യമേ 9 എഴുതുക, ഇൻറ്റു കേട്ടോ, ഗുണിക്കാൻ ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഏതോ ആയിക്കോട്ടെ അതിൻ്റെ ഫസ്റ്റ് നമ്പർ എടുത്ത് ഗുണിക്കുക. ഫസ്റ്റ് നമ്പർ 25 ആയപ്പോൾ ഫസ്റ്റ് നമ്പർ 2 അല്ലേ, ഇവിടെ 50 ആയപ്പോൾ ഫസ്റ്റ് നമ്പർ 5. ഏത് സംഖ്യയുടെ, രണ്ടക്ക സംഖ്യയുടെ ഏത് നമ്പർ ആയിക്കോട്ടെ അതിൻ്റെ ആദ്യത്തെ നമ്പർ വെച്ച് ഗുണിക്കുക. പിന്നെ പ്ലസ് ആണ് ആദ്യമേ, ഇൻറ്റു പിന്നെ പ്ലസ് തന്നിരിക്കുന്ന സംഖ്യയിൽ 2 കൂടെ കൂട്ടുക. 5ഉം 0ഉം 5 തന്നെയാണ്, 2ഉം 5ഉം കൂടി 7 ആണ് അല്ലേ, 7 10 അല്ല 7, 4ഉം 6ഉം കൂടി 10 ആണ്. അതാണ് നമുക്ക് രണ്ടക്ക സംഖ്യയുടെ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിപ്പോൾ നമ്മൾ കുറേ ചെയ്തു. ഇനി നമ്മൾ പഠിക്കുന്നത് 3 അക്ക സംഖ്യയുടെയാണ്. പേജ് നമ്പർ 149. ലെറ്റ്സ് ലുക്ക് അറ്റ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 അക്ക സംഖ്യയുടെയാണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് 3 digit numbers now. പിന്നെയോ ഫസ്റ്റ് ലെറ്റ്സ് സ്പ്ലിറ്റ് നമ്പേഴ്സ് ലൈക്ക് 100, 200, 300 ആൻഡ് സോ ഓൺ ആസ് ദ സം ഓഫ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആൻഡ് എ നമ്പർ. 3 അക്ക സംഖ്യയിൽ നമുക്കൊന്ന്, നമ്മൾ 2 അക്ക സംഖ്യയാണ് ഇതുവരെ ചെയ്തതല്ല അല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഇപ്പം നോക്കിയേ, 32 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതിനകത്ത് ചെയ്തത് നോക്കാതെ. 32 എന്ന് പറയുന്നതിനെ ഫസ്റ്റ് നമ്മൾ 9 എടുക്കുക അല്ലേ, 9 ആണ്. ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ ഏതാണ്, 3 ആണ്. അപ്പോൾ അതിനെ ഗുണിക്കുക, പ്ലസ് പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടുക, 3ഉം 2ഉം 5 ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ രണ്ടക്ക സംഖ്യയുടെ. അതിനകത്ത് ഇനി ഒരു സംശയവും വരേണ്ട കാര്യമില്ല. ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ കമൻറ്റ് പറയും നിങ്ങളെ. പാർട്ട് 3യിൽ ഞാൻ അതൊന്നും കൂടി പറയാം. അപ്പോൾ പാർട്ട് 3യിൽ നോക്കിക്കേ, 3 അക്ക സംഖ്യയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. 100, 200, 300 മുതലായ സംഖ്യകളെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടക്ക സംഖ്യ 9 വെച്ച് ചെയ്തില്ലേ, ആദ്യത്തെ 9 വെച്ച് ചെയ്തില്ലേ, എല്ലാം 9 വെച്ചല്ലേ ചെയ്തത്. അതുപോലെ നമുക്ക് 3 അക്ക സംഖ്യയും 9ൻ്റെ ഗുണിതത്തിൻ്റെയും ഒരു സംഖ്യയുടെ തുകയായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ പിരിച്ചെഴുതാമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 3 അക്ക സംഖ്യയുടെ ആദ്യത്തെ ഏതാണ്, 100 ആണ് അല്ലേ. നമുക്കത് ചെയ്യാം. പാർട്ട് 1ൽ ഇത്രയും ഉണ്ടായിരുന്നു. ഇത് പാർട്ട് 2 ആവും നിങ്ങളെ, 100 അല്ലേ. 100 അല്ലേ, 100 എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എത്രയാ, 100. അപ്പം രണ്ടക്ക സംഖ്യയുടെ നമ്മൾ 9 വെച്ച് ചെയ്തായിരുന്നു രണ്ടക്ക സംഖ്യയുടെ അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്ന ഏതാ, 3 അക്ക സംഖ്യയുടെയാണ്. അപ്പം നമ്മൾ 100 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 9ലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടോ. 9ലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ
99 പ്ലസ് 1, ഈ 100നെ നമ്മൾ മാറ്റുക കേട്ടോ. 3 അക്ക സംഖ്യയുടെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 99 പ്ലസ് 1. ഈ 99 എന്ന് പറയുന്നതിനെ 9ൻ്റെ ടേബിളിൽ വരുമോ? നമ്മൾ 9 അല്ലേ ചെയ്യുന്നത്, 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളെ? 99 എന്ന് പറയുന്നത് ഉണ്ട് അല്ലേ? ഏതാ? 10, 9, 90 നമുക്കറിയാം. ടേബിളൊക്കെ അറിയാമല്ലോ. 10 × 9 അല്ലേ, 90 ആണെന്നറിയാം. അപ്പോൾ എന്താ? 11 × 9 എന്താണ്? 99 കേട്ടോ. ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണേ, അറിയത്തില്ലേലും. 10ൻ്റെയൊക്കെ ടേബിൾ നമുക്കറിയാമല്ലോ. 10 × 9 90 നമുക്കറിയാം. 11 × 9 99. അപ്പം നമ്മൾ ഈ 99നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എങ്ങനെ ചെയ്യാം? 9 ഫസ്റ്റിൽ എഴുതണമെന്ന് നമ്മളോട് പറഞ്ഞു അല്ലേ? അത് നമ്മൾ എഴുതി. ഇൻറ്റു എത്ര? 11. കണ്ടോ? 11 9 99. ഈ +1നെ അതുപോലെ തന്നെ എഴുതണം. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ നിങ്ങളെ? അതായത് 100നെ നമ്മൾ 3 ഡിജിറ്റ് നമ്പറിലോട്ട് കയറി. 2 ഡിജിറ്റിൻ്റെ കഴിഞ്ഞു, 3 ഡിജിറ്റാണ്. 3 ഡിജിറ്റിൻ്റെ കഴിയുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കേ. 99 ആണ്, അല്ല 100 ആണ്. 100നെ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 99 ആക്കി. എന്ന് വെച്ചാൽ 9ൻ്റെ ടേബിളിൽ അത് പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ. 10 9 90 നമുക്കറിയാം. അപ്പോൾ നമ്മൾ 11 9 99. കണ്ടോ? 11 × ആദ്യമേ ഇൻറ്റു ചെയ്യുക, പിന്നെ കൂട്ടുക. അങ്ങനെ ഒരു റൂൾസ് ഉണ്ട്. ആദ്യമേ ഇൻറ്റു ചെയ്യുക, പിന്നെ കൂട്ടുക. ഇൻറ്റു ചെയ്യുന്നത് 9 വെച്ചായിരിക്കണം. ഇൻറ്റു ചെയ്യുന്നത് 9 വെച്ചുമായിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 100, 200ൻ്റെ നമ്മൾ എങ്ങനെ ചെയ്യും? 100 അടുത്ത 200 അല്ലേ? മുമ്പ് ആദ്യത്തെ നമ്മൾ 10 20 30 40 അല്ലേ ആദ്യം ചെയ്തത്. അപ്പോൾ ഇത് 100 200 300 അങ്ങനെ ചെയ്യാം. അപ്പോൾ 200 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 200 എന്ന് പറയുന്നതിനെ 100 × 2 അല്ലേ 200 അല്ലേ? 100 × 2 200. സംശയം ഉണ്ടാവും നിങ്ങളെ. 100 × 2 200. ഈ 100നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? മുമ്പ് നമ്മൾ പറഞ്ഞത് എങ്ങനെ ചെയ്തു? 99 അല്ലേ? 99ൻ്റെ കൂടെ ഇവിടെ 100നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടേ? 100നെ എങ്ങനെയാ? 99 + 1 100 മുമ്പ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഇൻറ്റു എത്ര? 2. ഇവിടെ പ്ലസും ഇവിടെ ഇൻറ്റു ഒക്കെ വന്ന് എന്താണെന്ന് സംശയമുണ്ടോ നിങ്ങൾക്ക്? 100നെ നമ്മളോട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ? സ്പ്ലിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പിരിച്ചെഴുതുക എന്നാണ് പറയുന്നത്. 100നെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് എന്ത് വരണം? 9 വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ 9 എല്ലാം വന്നേക്കുന്നത് കേട്ടോ. 9 ആണ്. മനസ്സിലാക്കണേ. ഏത് രണ്ടക്ക സംഖ്യയും 9നെ ആദ്യത്തെ അക്കം ഏതാ? ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് അക്കങ്ങളുടെ തുക 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ കൂട്ടുക, തുക കൂട്ടുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ റൂൾസ് വെച്ചാണ് ഈ 9 വരുന്നത് കേട്ടോ. അപ്പം 100നെ നമ്മൾ 9ലോട്ട് മാറ്റാൻ 99 + 1 100. അതുകൊണ്ടാണ് അവിടെ പ്ലസ് വന്നത്. ഇൻറ്റു 1 ആണെങ്കിൽ വീണ്ടും 99 അല്ല വരത്തുള്ളൂ. നിങ്ങളെ 100 വരുമോ? ഇല്ല. മനസ്സിലാക്കണേ. നമ്മൾ 100നെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 99 + 1 എന്ന് പറഞ്ഞത്. ഈ 99നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 9 വരണം. 9 ഫസ്റ്റിൽ 9 × 11 99. പിന്നെ ഈ +1 ആണ് ഈ +1. അങ്ങനെയാണെങ്കിൽ 200ൻ്റെ എങ്ങനെ ചെയ്യുമെന്നാ? 200ഉം നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്? 100 × 2 200. അപ്പം 100നെ ഓൾറെഡി നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 99 + 1 പിന്നെ 99 + 1 100 ആണെന്നും ഈ ഇൻറ്റു 2 ആണ് ഈ ഇൻറ്റു 2. തിരിഞ്ഞു പോവല്ലേ കേട്ടോ? മനസ്സിലായോ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇൻറ്റു 2 അല്ലേ? ഇൻറ്റു വെളി വന്നു കഴിഞ്ഞാൽ അകത്ത് പ്ലസ്സും ആണെങ്കിൽ അല്ലേ, ഇവർ ഓരോരുത്തരും പോയി ഈ വെളിയിൽ കിടക്കുന്ന ആളിനെ കാണണം എന്നൊരു റൂൾസ് ഉണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. എന്താ? ഈ ഇൻറ്റു വെളിയിൽ വന്നാൽ, ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആൾ വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണണം. അങ്ങനൊരു റൂൾസ് ഉണ്ട്. നമ്മൾ ഈ 9 ആദ്യം വന്നോ 10 ആദ്യം വന്നോ എന്നുള്ളതല്ല. ബ്രാക്കറ്റിനകത്ത് ഓക്കെ, ഇത് +ആണ് അല്ലേ? ഇത് +ആണ്, ഇത് ഇൻറ്റു ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്, സംഖ്യാബന്ധങ്ങൾ എന്നുള്ള പാഠത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 99 പോയി 2നെയും കാണണം, 1 പോയി 2നെയും കാണും കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? 99 പോയിട്ട് ആദ്യമേ 2നെ കണ്ടു. അപ്പോൾ പറഞ്ഞു, നീ മാത്രം പോയാൽ മതിയോ? ഒന്ന് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി, എനിക്കും പോകണം 2ൻ്റെ അടുത്തെന്ന് പറഞ്ഞല്ലേ. 99 പോയിട്ട് 2നെ കണ്ടു കേട്ടോ. കാണുക എന്ന് പറയുന്നത് ഇൻറ്റു ആണേ കേട്ടോ. ഇൻറ്റു നമ്മളത് നേരത്തെ ഒരു ഇത് പഠിച്ചതാണ്. 99 പോയിട്ട് 2നെ കണ്ടു
കേട്ടോ. പിന്നെയോ ഇവിടെ ഒരാളുണ്ട്, അങ്ങനെ ഇയാൾ മാത്രം പോയി കണ്ടാൽ പോലെ എനിക്കും കാണണമെന്ന് പറഞ്ഞ് അയാളും പോയിട്ട് ആരെ കണ്ടു? 1 × 2 2 കണ്ടു. കണ്ടോ? മനസ്സിലായോ? ഇത് ടെസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും ഒന്ന് നല്ലപോലെ ഒന്ന് നോക്കണേ, മനസ്സിലാക്കണം കേട്ടോ. 200 എന്ന് പറയുന്നതിന് 100 × 2 200. അതിന് സംശയമൊന്നുമില്ലല്ലോ. 100 × 2 200 അല്ലേ? 100 × 2 200. നമ്മുടെ റൂൾസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? 9 കൊണ്ടുവരണം അല്ലേ? 9 കൊണ്ടുവരണമെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് 99 + 1 ആണ് കേട്ടോ. ഈ × 2 ആണ്, ഈ × 2 അല്ല, ഇതിനകത്തിലൊന്നും വന്നിട്ടില്ല. 100 എന്ന് പറയുന്നതിന് 99 + 1 അല്ലേ? അതാണ് 100. ഈ × 2 ആണ്, ഈ × 2. അപ്പം നമുക്ക് കിട്ടിയത് ഏതാണ്? × 2 വെളിയിലാണ്. അപ്പം നമ്മൾ ആ 2 പോയിട്ട് രണ്ടുപേരും പോയി കണ്ടു. 99 പോയിട്ട് 2 കണ്ടു, 1 പോയിട്ട് 2 കണ്ടു. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഏതാ? 99 × 2 + 1 × 2. അപ്പോഴും 9 ആയോ? ഇല്ല, 99 ആയതേ ഉള്ളൂ, 9 ആയില്ല. അപ്പം നമുക്കറിയാം 99 എന്ന് പറയുന്നത് ഏതാ കുഞ്ഞുങ്ങളെ? 9 × 11 ആണെന്ന് നമ്മൾ ഫസ്റ്റിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പം 9 ആയില്ലേ? 9 × 11 ആണ് 99 എന്ന് നമ്മൾ പഠിച്ചതാണ്. അതെഴുതി. ഈ × 2 ആണ് ഇത്. അതായത് ഇത് ഞാൻ ഈ ആരോ മാർക്ക് കൊടുക്കാം. അതാണ് 99 എന്ന് പറയുന്നത് 9 × 11 ആണ് കേട്ടോ. ഈ 2 ആണ് ഈ 2. ഏതാണെന്ന് ഡൗട്ടൊന്നും പറ്റല്ലേ. ഇനി പ്ലസ് 1 × 2 2 ആണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്ത ഈ 9 അതുപോലെ തന്നെ, കാരണം ഫസ്റ്റ് 9 കൊണ്ടുവരണം. ആ 9 അതുപോലെ തന്നെ എഴുതി. × 11 × 2 22 അല്ലേ? 11 2 22 + 2. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ആൻസറിൻ്റെ ആദ്യം ആരായി? 9 ആയല്ലോ. കണ്ടോ? ഈ 9 വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത് കേട്ടോ. ഇതിന് ഉള്ളൊരു എളുപ്പവഴിയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ എളുപ്പവഴി പറയുന്നുണ്ട്. ഇതങ്ങ് പഠിച്ചാൽ മതി, നമുക്ക് ആ കണക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതായത് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 9 ആണ്. നമ്മളെല്ലാം അല്ല, 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും ഫസ്റ്റ് 9 തന്നെ ആവും ഞങ്ങൾ, അതിനൊരു മാറ്റവും ഇല്ല. 10 ആണെങ്കിലും 100 ആണെങ്കിലും കേട്ടോ. 1 ഡിജിറ്റ് ആയാലും 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ്, 1 ഡിജിറ്റ് അല്ല, 2 3 ഒക്കെ എന്താ ഫസ്റ്റ് 9 വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി 10 ആയിരുന്നെങ്കിൽ അവിടെ എന്തായിരുന്നു വന്നേ? 10 ആയിരുന്നെങ്കിൽ 9 × 1 ആണ് വരുന്നത് അല്ലേ? 10 നമ്മൾ പറഞ്ഞു 9 × 1 ആണ് വരുന്നത്. പക്ഷെ 100 ആണെങ്കിൽ 9 × 11 വരുന്നത്. നമ്മൾ മുമ്പ് ചെയ്തതാ അല്ലേ? 100 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? 9 × 11 99. 99 അധികം 1 ആണ് 100 എന്ന് നമ്മൾ ചെയ്തു. അപ്പം നോക്കൂ നിങ്ങൾ, അവിടെ 11 വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. 11 വന്നാൽ എങ്ങനെയാണെന്ന് സംശയമുണ്ടോ? ഇനിയും ചെയ്ത് കാണിക്കണോ? ചെയ്ത് കാണിക്കണോ കുഞ്ഞുങ്ങളെ? അതായത് ഞാൻ അറിയത്തില്ലെങ്കിൽ അവിടെ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വെച്ച് നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 99 വെച്ച് ചെയ്തു ഇല്ലേ? 99 വെച്ചാണ് ചെയ്തത്. നമ്മളതിവിടെ ചെയ്ത് കാണിച്ചതാണ്. 99. ആ 99ൻ്റെ കൂടെ എന്താണ്? +1 കൂടെ കൂട്ടുമ്പോഴാണ് എന്താ 100 വരുന്നത് അല്ലേ? 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് 100 വരുന്നത്. ഈ 99 എന്ന് പറഞ്ഞാൽ 9 വരണം, ഫസ്റ്റ് 9 വരണം. അപ്പം എന്താ? 9 × 11 ആണ് എന്ത്? 99 അല്ലേ? 99 + 1. കണ്ടോ? ഇതാണ് നമ്മൾ എന്താ 100ൻ്റെ ചെയ്തത്. 200ൻ്റെ നമ്മളിപ്പോൾ ചെയ്തു അല്ലേ? 200ൻ്റെ ചെയ്തപ്പോൾ എത്ര വന്നതെന്ന് കൊണ്ട് ഇവിടെ ചെയ്തപ്പോൾ എത്ര വന്നേ? 9 × 22. ഈ 22 വന്ന ഏതാണെന്ന് മനസ്സിലായല്ലോ. 11 × 2 22. മനസ്സിലാക്കണേ. നിങ്ങൾ 6ാം ക്ലാസ് ആവും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിപ്പോൾ രക്ഷകർത്താക്കളാണ് കാണുന്നതെങ്കിൽ തന്നെ അവർ ഈ കൊച്ചു പിള്ളേരെ എന്താ 100 × 2 200 ആണെന്ന് ഏത് പിള്ളേർക്കും അറിയാം അല്ലേ? 50 × 4 200 ആണെന്നറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ സത്യത്തിൽ? ഇല്ലയോ? 7ലും 8ലും ഒക്കെ ആണെങ്കിലും വേണ്ടിയില്ല. ഈ 6ൽ പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെയൊക്കെ ഇട്ട് ഈ കൊലസ്റ്റ ഉണ്ടാക്കണോ എന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ? നമുക്ക് ടെസ്റ്റ് തന്നേക്കുന്നതുകൊണ്ട് നമുക്കിത് പഠിപ്പിച്ചെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതൊക്കെ ഞാൻ എനിക്ക് കുറേ പിള്ളേരെ പഠിപ്പിക്കുന്നുള്ളൂ. ഞങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനെ ഇട്ട് ഇത് പിള്ളേർക്ക് കുറേയൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ? നോക്കാം എത്രത്തോളം താഴ്ത്തി എങ്ങനെ ഇതാക്കാവോ ആ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ 3 ഡിജിറ്റ് നമ്പറാണ് 100. 100 എന്ന് പറയുന്നതിനെ നമ്മൾ 9 വേണം ഫസ്റ്റ് വരാൻ. അതിനുവേണ്ടി 99 + 1 100 ആണ്. ഈ 99 എന്ന് പറഞ്ഞാൽ 9ൻ്റെ ടേബിളിനകത്തിൽ 11 9 ആണ് 99 + 1 ഇങ്ങനെ ആക്കി. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടി. കണ്ടോ?
അങ്ങനെ ആയപ്പം 200 നമ്മൾ ചെയ്തു. അപ്പോൾ എത്ര നോക്കിയേ? 22. ഇനി നിങ്ങളൊന്ന് നോക്കിയേ അതിനകത്തിൽ. അതായത് 100 ആണെങ്കിൽ 11. ഫസ്റ്റ് നമ്പർ എല്ലാം 9 സെക്കൻഡ് നമ്പർ നോക്കൂ നിങ്ങളെ 22 അല്ലേ? എന്താ 2ൻ്റെ ആയപ്പം 22, 200 ആയപ്പോൾ 22 അല്ലേ? 300 ആയപ്പം 33. ഈ ഒരു ക്ലൂ പഠിക്കാവുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ. 400 ആയപ്പം 44, 500 ആയപ്പം 55, 600 ആയപ്പം 66, 700 ആയപ്പം 77, 800 ആയപ്പം 88. ഒരേ സംഖ്യ തന്നെ റിപ്പീറ്റ് വന്നേക്കൂല്ലേ? 900, 90 അല്ലേ? 900 ആണ്. 800, 900 വന്നപ്പോൾ 99. ഈ നമ്പർ തന്നെയല്ലേ ഈ എഴുതിയേക്കുന്നത് നോക്കിയേ? 55, 5 2 വട്ടം അല്ലേ? 66, 6, 77. അപ്പോൾ ഇത് ഏതാ? ഇത് നല്ലപോലെ അങ്ങ് മനസ്സിലാക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇത് നല്ലതുപോലെ ഇതുപോലെ ഞാൻ 10ൻ്റെയും 2 ഡിജിറ്റിൻ്റെയും ഫസ്റ്റ് പാർട്ടിൽ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് എളുപ്പം ചെയ്യാം. അത് വെറുതെ നോക്കിയിരിക്കരുത്, എഴുതി തന്നെ പഠിക്കണം കേട്ടോ. എഴുതി പഠിച്ചെങ്കിലേ അത് ശരിയാവത്തുള്ളൂ. ഞാനിത് ചെയ്തു അല്ലെ മറ്റൊരാളത് ചെയ്തു എന്ന് കരുതി നിങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളെ, ഇതെന്തുതാണ്ട് ഇത് ആർക്കറിയാൻ പറ്റുക 44. പക്ഷെ ഇച്ചിരി കഴിഞ്ഞ് ചോദിക്കുമ്പോഴേ ഇത് എവിടൊക്കെ ഇൻറ്റു ഇടും, എവിടൊക്കെ പ്ലസ് ഇടും എന്നൊന്നും ഒരു ഇതും കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. 3 ഡിജിറ്റ് നമ്പറാണ്. 100, 200, 300 അങ്ങനെ 900 വരെയുള്ളതാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, ഇതിന് ഇടയ്ക്കലത്തെ സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിപ്പോൾ 100 ആയപ്പോൾ നമ്മൾ പറഞ്ഞു, 400 ആയപ്പോൾ 9 × 44 4 കാണാതെ അങ്ങ് പഠിച്ചൊന്ന് വെച്ചു അല്ലേ? 700 ആയപ്പോൾ 77 7, 800 ആയപ്പോൾ 88 8 നമ്മൾ കാണാതെ പഠിച്ചങ്ങ് എഴുതിയെന്ന് വെച്ചു. ഇതിനിടയ്ക്കെങ്ങാണോ ഒരു സംഖ്യ തന്നാൽ നമ്മൾ എന്തോ ചെയ്യും? പെട്ട് അല്ലേ? തീർന്നു കഥ. ഇത്രയേ ഉള്ളൂ ചെയ്യില്ല. നമുക്കതും തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇപ്പം 250 തന്നെന്ന് വെച്ചോ. എന്താ 200 ആയപ്പോൾ നമുക്കറിയാം 9 × 22 + 2 ആണെന്ന് നമുക്കറിയാം. 200 ഇതെങ്ങനെ വന്നു എന്നൊക്കെ താണ്ട് ഇവിടെ ചെയ്ത് കാണിച്ചതാണേ കേട്ടോ. ഇത്രയും നിങ്ങൾ കിടന്ന് ചെയ്യണ്ട, ഇതങ്ങ് പഠിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇപ്പോൾ 600 ചോദിക്കുന്നെങ്കിൽ എളുപ്പമല്ലേ? 600 ആയപ്പോൾ 6 അല്ലേ ഫസ്റ്റ്? അപ്പോൾ 9 × 6 6 + 6 കേട്ടോ. ഈ ഒരു എളുപ്പവഴി അങ്ങ് പഠിച്ചാൽ മതി. അപ്പം നമുക്ക് എളുപ്പം ഈ ആൻസർ ഇത് കിട്ടിയ കാരണം ഫസ്റ്റ് 9 വരണം കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അതാണ് ബെറ്റർ. അത് മറ്റേതെല്ലാം ഒരു എളുപ്പവഴിയാണെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് എങ്ങനെ കിട്ടുന്നു എന്നറിയണ്ടേ? അപ്പം നോക്കൂ നിങ്ങളെ, ഇതിൻ്റെ ഇടയ്ക്കലത്തെ ഒരു സംഖ്യ തരുക. ഇപ്പം 250. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് ചോദിച്ചത്. 250നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പിരിച്ചെഴുതാം? നമുക്ക് പിരിക്കാം. നോക്കണേ. അതായത് ഫസ്റ്റ് നമ്മൾ എന്താണെന്നറിയോ? 200നെ 200നെ സ്പ്ലിറ്റ് ചെയ്യണം. ഈ അപ്പുറത്തെ വശത്ത് എഴുതിയത് കൊണ്ടേ ഇപ്പുറത്തെ വശത്ത് ഒരു ഇച്ചിരി പാടൊക്കെ ഉണ്ട്. ഇതിനും വേണ്ടി ബോണ്ട് പേപ്പറാവും നിങ്ങളെ ഞാൻ ഡെയിലി മേടിക്കുന്നതെന്നറിയോ കേട്ടോ. അപ്പം നോക്കിക്കേ, 250 250നെ നമ്മൾ ഈ രീതി വെച്ച് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന. അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? 250 കാണേണ്ടത്. 200നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാതെ പഠിച്ചവർക്ക് അങ്ങനെ പറയാം, എല്ലാത്തവർക്കും എങ്ങനെ വേണമെങ്കിലും പറയാം അല്ലേ? 200നെ നമുക്ക് എങ്ങനെ പറയാം? ആദ്യമേ 9 എഴുതണം. ഇത് അറിയത്തില്ലെങ്കിൽ ഇതങ്ങ് ഓർത്താൽ മതി. ആദ്യമേ നമ്മൾ എന്താ 9 എഴുതണം. ഇൻറ്റു അല്ലേ? ഇൻറ്റു 200 അല്ലേ? 200ൻ്റെ ഫസ്റ്റ് ഏതാ? 2. അപ്പോൾ 2 കേട്ടോ. 2 + 2 ഇത്രയേ ഉള്ളൂ ഇല്ലേ? എന്താ ഫസ്റ്റ് നമ്പർ 2, അപ്പോൾ 2 + 2. അങ്ങനെയാണെങ്കിൽ 800 ആണെങ്കിലോ 9 × 8 8 + 8 88 + 8 അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പഠിക്കുകയല്ലേ? അറിയാമെങ്കിൽ എളുപ്പമാവും നിങ്ങളെ. അപ്പോൾ ഇങ്ങനെ എഴുതുക. പിന്നെന്താ? ഇനി ഒരു 50 ഉണ്ടല്ലേ? 250 അല്ലേ? നമ്മൾ 200 എഴുതി, അടുത്ത 50 ആണെങ്കിലും ഫസ്റ്റ് 9 എഴുതിയെങ്കിലേ ഒക്കത്തുള്ളൂ. ഇൻറ്റു അല്ലേ? 2 ഡിജിറ്റ് ആകുമ്പോൾ എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് ആദ്യമേ എഴുതുക, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക അല്ലേ? കൂട്ടി എഴുതുക വെച്ചാൽ എന്താ? 5 + 0 എത്ര? 5 തന്നെയാണ് അല്ലേ? 5 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യമേ എഴുതുക. 200ൻ്റെ എഴുതി, 50ൻ്റെ എഴുതി അല്ലേ? 200ൻ്റെ എഴുതി, 50ൻ്റെ എഴുതി. അപ്പോൾ 250ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? നമ്മുടെ ടെസ്റ്റിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. 250 ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ. ആദ്യമേ എന്ത് ചെയ്യുന്നറിയോ? ഈ ബ്രാക്കറ്റിൽ കിടന്ന് ഇവർ 2 പേരെയും കൂടി എടുത്തിട്ട് അങ്ങ് കൂട്ടണം. ആരൊക്കെയാ? 9 × 22 + 9 × 5 കൂടി കൂട്ടണം. മനസ്സിലാക്കണേ. നമ്മൾ 250നെയാണ് ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത്.
ആദ്യം 200നെ സ്പ്ലിറ്റ് ചെയ്യുക. അത് നമുക്കറിയാം 9 ഇൻറ്റു ഫസ്റ്റ് തന്നെ ഒന്നുകൂടെ എഴുതി. അത് 22 + 2. 50നെ നമ്മൾ എഴുതി 9 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 5, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതി. ഇനി നമ്മളിത് കൂട്ടുന്നത് എങ്ങനെ കൂട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ 4 എണ്ണത്തിനെയും കൂടെ അങ്ങ് ഇടുക. 9 ഇൻറ്റു 22 + 9 ഇൻറ്റു 5. ഇവിടെ രണ്ടിടത്തും ഒരുപോലെ വന്നേക്കുന്നത് ആരാ? 9 അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ 9നെ എടുത്ത് അങ്ങ് വെളിയിലിടുക. 2 നോക്കിയോ നിങ്ങളെ, 9 ഇൻറ്റു 22 9 ഇൻറ്റു 5. അപ്പോൾ ആ 9നെ ഇങ്ങ് വെളിയിലിട്ടിട്ട് ബാക്കി ഏതാ? 22 പ്ലസ് ആണ് കേട്ടോ. ഇവിടെ ഏതാണോ വരുന്നത് അത് കൊടുക്കുക. പ്ലസ് ഈ 5. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? എവിടെയെങ്കിലും സംശയമുണ്ടോ? ചെയ്ത് പഠിക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ 200നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, 50നെയും സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഇൻറ്റു ചെയ്ത ഈ രണ്ടെണ്ണല്ലോ, 9 ഇൻറ്റു 22 9 ഇൻറ്റു 5. മനസ്സിലായോ? അതിനെ എടുത്തുകൊണ്ട് വരിക. മനസ്സിലാക്കണേ, അതിനെ ഇനി എടുത്തുകൊണ്ട് വരിക കേട്ടോ. 9 ഇൻറ്റു 22 ഇവിടെ പ്ലസ് ആണ്, 9 ഇൻറ്റു 5. അപ്പം ഇതിനകത്തിൽ രണ്ടിലും വന്നിരിക്കുന്ന ആൾ 9 ആയതുകൊണ്ട് ആ 9നെ ഇങ്ങ് വെളിയിലിടുക. 22 + 5 നോക്കിയേ, 9 22 5 എത്ര? 22 5 27. ഇനി നമ്മൾ വല്ലതും എഴുതാനുണ്ടോ? ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ വരെ 9 22 + 5 നമുക്ക് ഏത് കിട്ടി? ഇതിൻ്റെ കിട്ടി അല്ലേ? ഇനി ഗുണിക്കാനുള്ളത് തങ്ങളിൽ നമ്മൾ, അതായത് ഈ ബ്രാക്കറ്റിൽ കിടന്ന് ഇതിനെ രണ്ടിനെയും കൂടെ ചെയ്തത്. ഇനി ഇവിടെയും 3 പേര് കിടപ്പുണ്ടല്ലേ? അപ്പം നമ്മൾ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? നിങ്ങളെ ഫസ്റ്റ് ഇത് 9 ഇൻറ്റു അല്ലേ, ഇതിനെ ചെയ്തതല്ലേ ഇത്. അപ്പോൾ അത് 9 ഇൻറ്റു 22 + 5. പിന്നെ ഇനി എഴുതാനുള്ള ഏതാ? 2ഉം 5ഉം എത്ര? 7. ഇത്രയേ ഉള്ളൂ. ഇച്ചിരി കടുത്ത് പോയില്ലേ? ഇച്ചിരി ഓവറല്ലേ? പക്ഷേ വേറെ വഴിയില്ല കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ്. 250 എന്ന് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 200നെ സ്പ്ലിറ്റ് ചെയ്യുക, 50നെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇൻറ്റു ചെയ്യുന്നതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ഇത് എളുപ്പമാണ്. 1-2 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? ഇതിനകത്തിലെ പൊതുവായിട്ട് എപ്പോഴും 9 വരുന്നുണ്ട്. ആ 9നെ വെളിയിലിടുക, മറ്റേതിനെ രണ്ടിനെയും കൂടെ കൂട്ടുക. കണ്ടോ? 22 + 5. നീ കൂട്ടി വെച്ചില്ലേലും 22 + 5 കേട്ടോ. എന്നിട്ട് ഈ ദാണ്ട് ഇവിടെ വേറെ 2 പേര് ഇവിടെ കിടപ്പുണ്ട്. ഏതാ? 2ഉം 5ഉം 0. 2ഉം 5ഉം 7. 0 അതെ, ഓക്കെ 7. ഇത്രയേ ഉള്ളൂ. ഒരെണ്ണവും കൂടെ ഞാൻ പറയാം കേട്ടോ. എന്തുവാന്നാ നോക്കൂ കുഞ്ഞുങ്ങളെ, 473 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതും? അതുകൂടെ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലേ നിങ്ങൾ കമൻറ്റ് പറയൂ കുഞ്ഞുങ്ങളെ. ഇതിലും നോക്കട്ടെ. ഇത് മനസ്സിലാവാതിരിക്കൊന്നും ഇല്ല കേട്ടോ. മാക്സിമം ഇതായിട്ട് ഞാൻ പറയുന്നുണ്ട്. 473. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 473ൻ്റെ ആദ്യമേ 400ൻ്റെ കാണണം അല്ലേ? 400ൻ്റെ നമുക്കറിയാം ഏതാ? ഇങ്ങനെ ആയിരിക്കും. 9 അല്ലേ? ഫസ്റ്റിൽ എഴുതണം. 400 ആയതുകൊണ്ട് 44 നമുക്കറിയാം. +4. എല്ലാം 4ൻ്റെ കളിയാണ്. കാരണം 4 ആയതുകൊണ്ട് 4. അപ്പോൾ അത് എഴുതി അല്ലേ? സംശയമില്ല. ഇനി അടുത്ത 73. 2 അക്ക സംഖ്യ വന്നാലും ഫസ്റ്റ് 9 എഴുതുക അല്ലേ? ഇൻറ്റു ഫസ്റ്റ് നമ്പറായ 7 എഴുതുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുക. 7 3 10. ഇതെങ്ങനെയാണ് വന്നതെന്ന് സംശയം വല്ലതും ഉണ്ടോ? നമ്മൾ 2 ഡിജിറ്റിൻ്റെ പഠിച്ചതാ. ഫസ്റ്റ് നമ്പർ 9 എഴുതുക അല്ലേ? ഫസ്റ്റ് 9 എഴുതിയിട്ട് ഏതിനെയാണ് ഫസ്റ്റ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് കൂട്ടാനുള്ള ഏതാ? ഇത് രണ്ടും കൂടി വേണം ഇവിടെ കൂട്ടാൻ കേട്ടോ. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്കപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 473 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു ചെയ്യാനുള്ളതിനെ പറക്കി എടുത്തോണ്ട് വരണം. ആരൊക്കെയാ? 9 ഇൻറ്റു 44 പ്ലസ് 9 ഇൻറ്റു 7. അവരെ രണ്ടിനെയും കൂടാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 പേരും ആരാ വന്നത്? മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ രണ്ടിടത്തും ആര് വന്നു? 9 വന്നു. അപ്പോൾ അതിനെ വെളിയിൽ തട്ടി. പിന്നെ ആരുണ്ട്? 44 പ്ലസ് ഇവിടെ 7 ഉണ്ട്. ഇനി കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഏതാ? 4 7 3. 7 3 10 4 14. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. കണ്ടോ? ഇപ്പം മനസ്സിലായോ? ഇതുപോലെ നിങ്ങൾ ഞാനൊരു ഹോംവർക്ക് തരാം. 526 കേട്ടോ. ഇതൊന്ന് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാവും കുഞ്ഞുങ്ങളെ. ഇത്രയേ ഉള്ളൂ. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണേ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇതായിട്ടാണ് പറയുന്നത്. അതായത് 473 എന്നുള്ളത് 400ൻ്റെ ആദ്യമേ കാണുക. ഈ 400 എന്ന് പറയാൻ എളുപ്പം എന്താണെന്ന് അറിയാം? ഈ ഫസ്റ്റ് ഡിജിറ്റ് തന്നെ 2 വട്ടം എഴുതിയാൽ പോരെയുണ്ട്. 44 4. 73 നമ്മൾ പഠിച്ച 2 ഡിജിറ്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടി പഠിച്ചത് ഏതാ? 9 ഇൻറ്റു അല്ലേ? ഫസ്റ്റ് ഡിജിറ്റ് എഴുതുക. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. അപ്പോൾ അത് കഴിഞ്ഞു.
രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, കൂട്ടുക. അതായത് രണ്ടിലും പൊതുവായിട്ട് വരുന്ന എല്ലാ കണക്കിൻ്റെയും ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി. എല്ലാ കണക്കിൻ്റെയും നോക്കിയേ, ഇത് രണ്ടിലും വന്നിരിക്കുന്ന 9 എടുത്ത് വെളിയിലിടുക. എന്നിട്ട് 44ഉം 7ഉം കൂടി ഇതിനകത്ത് എഴുതുക. പിന്നെ ഈ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ കിടക്കുന്ന ആൾക്കാരെ എടുത്ത് കൂട്ടുക. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ചെയ്ത് പഠിക്കുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട് എൻ്റെ പൊന്നുമക്കൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ടാണ് എപ്പോഴും അടുത്തടുത്ത ക്ലാസ്സുകൾ ഇടുന്നത് കേട്ടോ. അപ്പം കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാതെ ഞാൻ ചുമ്മാ ഓരോ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് എവിടെയാണ് മനസ്സിലാവാത്തതെന്ന് നിങ്ങൾ എന്നോട് തുറന്ന് പറയണം. നല്ലപോലെ മനസ്സിലാവുന്നുള്ളവർ അതും പറയണം. രണ്ടായാലും പറയണം കേട്ടോ. ഓക്കെ നിങ്ങളെ, ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. താങ്ക് യു.